നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി UDFിൽ ചർച്ച തുടങ്ങി. ജില്ലയിൽ 6 നഗരസഭകളിലും ഭരണം ഉറപ്പിക്കാൻ UDF. ജില്ലാ പഞ്ചായത്തിൽ ജോഷി ഫിലിപ്പ് അധ്യക്ഷനായേക്കും. കേരള കോൺഗ്രസ് എം ഇടത് മുന്നണിക്കൊപ്പം തുടരുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി. മധ്യ കേരളത്തിൽ തിരിച്ചടിയുണ്ടായിട്ടില്ല. കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചു. ക്രിസ്തുമസിന് ഒരുങ്ങി നാട്. വിപണി സജീവം. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് അപ്പൂപ്പന്മാരും സ്ഥാനം പിടിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ. കോട്ടയം CMS കോളേജിൽ ജെൻസി പോസ്റ്റ് ഓഫീസ് തുടങ്ങി. കലാലയത്തിൽ പോസ്റ്റ് ഓഫീസ് തുടങ്ങുന്നത് സംസ്ഥാനത്ത് ആദ്യം. ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി സംബന്ധിച്ച് UDFിൽ ചർച്ചകൾ ആരംഭിച്ചു. നഗരസഭയിൽ പ്രാദേശിക ധാരണ ഉണ്ടാക്കിയ ശേഷം ജില്ലാതലത്തിൽ UDF ചേർന്ന് അന്തിമ ധാരണയിലെത്തും. കോട്ടയം ജില്ലയിൽ 6 നഗരസഭകളിലും ഭരണം ഉറപ്പിക്കാനാണ് UDFിന്റെ ശ്രമം. കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷൻ ആരാകും എന്നത് സംബന്ധിച്ച് UDFിൽ ചർച്ചകൾ തുടങ്ങി. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ അധ്യക്ഷ പദവി തീരുമാനിക്കാൻ പ്രാദേശിക തലത്തിൽ ചർച്ചകൾ ആരംഭിച്ചു. ഈരാറ്റുപേട്ട, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, കാഞ്ഞിരപ്പള്ളി, ലാലം, മാടപ്പള്ളി, പള്ളം, പാമ്പാടി, ഉഴവൂർ എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF ഭരിക്കും. നഗരസഭയിൽ പ്രാദേശിക ധാരണ ഉണ്ടാക്കിയ ശേഷം ജില്ലാതലത്തിൽ UDF ചേർന്ന് അന്തിമ ധാരണയിലെത്താനാണ് തീരുമാനം. കോട്ടയം ജില്ലയിൽ കോട്ടയം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഈരാറ്റുപേട്ട, വൈക്കം, പാലാ നഗരസഭകളിൽ ഭരണം ഉറപ്പിക്കാനാണ് UDF ശ്രമിക്കുന്നത്. ഇതിൽ പാലാ നഗരസഭയിൽ മാത്രമാണ് UDFിന് ഭൂരിപക്ഷം ഇല്ലാത്തത്. ബിനു പുളിക്കക്കണ്ടം ഉൾപ്പെടെ 3 സ്വതന്ത്രരുടെ നിലപാട് ഇവിടെ നിർണായകമാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോഷി ഫിലിപ്പാകും ആദ്യ ടേമിൽ പ്രസിഡന്റ്. കേരള കോൺഗ്രസിന് ലഭിക്കുന്ന ടേം ജോസ്മോൻ മുണ്ടക്കലിന് നൽകാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള കോൺഗ്രസും ഇടതുമുന്നണിക്കൊപ്പം തുടരുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി. പാലായിലടക്കം മധ്യ കേരളത്തിൽ തിരിച്ചടിയായെന്ന് വിലയിരുത്താനാകില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. സംഘടനാപരമായി കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. നിലവിൽ ഇടതുമുന്നണി വിടേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ലെന്നാണ് LDF യോഗത്തിന് ശേഷമുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണം. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടാകെ ഒരുക്കമായി. ക്രിസ്മസ് നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് പാപ്പാമാരും ക്രിസ്തുമസ് ട്രീയുമെല്ലാം വിപണിയിൽ സജീവമായി. ഡിസംബർ എത്തിയ ലോകമെമ്പാടും ആഘോഷങ്ങളുടെ സമയമാണ്. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ എല്ലാ വർഷവും ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. വീടുകളിലും ദേവാലയങ്ങളിലും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും വർണ്ണവെളിച്ചവുമൊക്കെ ഒരുക്കി ഉണ്ണിയേശുവിനെ വരവേൽക്കാനൊരുങ്ങുന്ന സമയം. എവിടെ നോക്കിയാലും വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ലൈറ്റുകളും നക്ഷത്രങ്ങളുമായി ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ളവർ ഭാഷയുടെയോ മതത്തിന്റെയോ വേർതിരിവില്ലാതെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. ക്രിസ്മസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായതും അതുകൊണ്ട് തന്നെയാണ്. കാലിത്തൊഴുത്തിൽ പിറന്ന യേശുദേവന്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന പുനരാവിഷ്കരണമാണ് ഓരോ പുൽക്കൂടും. കാലുകൾക്കിടയിൽ ഒരു തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയും മറിയത്തിന്റെയും ജോസഫിന്റെയും ഒപ്പം ആട്ടിടയന്മാരും 3 രാജാക്കന്മാരും എല്ലാം കൃത്യമായി പുൽക്കൂടിലുണ്ടാകും. ഇറ്റാലിയൻ പോളി മാർബിൾ കൊണ്ട് ഉണ്ടാക്കുന്ന ക്രിപ്സെറ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ പ്രിയമേറുന്നത്. വിവിധ ഡിസൈനുകളിലും വലുപ്പങ്ങളിലുമുള്ള ക്രിപ്സെറ്റുകൾ വിപണിയിൽ ലഭ്യമാണ്. ക്രിസ്മസ് നക്ഷത്രമില്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണമാകില്ല. 3 രാജാക്കന്മാർക്ക് ഉണ്ണിയേശുവിലേക്കുള്ള വഴികാട്ടിയായത് നക്ഷത്രമാണ്. അന്ന് ബത്ലഹേമിൽ തെളിഞ്ഞ നക്ഷത്രത്തിന്റെ പ്രതീകമാണ് ക്രിസ്മസ് കാലത്ത് നാം ഓർമ്മ പുതുക്കി തൂക്കുന്ന നക്ഷത്രങ്ങൾ. വിപണിയിൽ ഇന്ന് 82ഓളം വിവിധ ഡിസൈനുകളിൽ LED നക്ഷത്രങ്ങളും പേപ്പർ നക്ഷത്രങ്ങളും ലഭ്യമാണ്. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് റീത്തുകൾ, പല നിറങ്ങളിലുള്ള നിയോൺ ലൈറ്റുകൾ തുടങ്ങിയവയെല്ലാം ക്രിസ്മസിനോടനുബന്ധിച്ച വിപണിയിൽ തയ്യാറായിട്ടുണ്ട്. വരും വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം നല്ലൊരു തിരക്ക് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ പണ്ട് പേപ്പർ സ്റ്റാർ മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ 1-ാം തീയതി പേപ്പർ സ്റ്റാർ ഇടുക എന്ന് മാത്രമുള്ള കൺസെപ്റ്റ് മാറിയിട്ട് ഇപ്പം LED സ്റ്റാറിൻ്റെ ആയിട്ടാണ് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത്. LED സ്റ്റാർ വിവിധ വർണ്ണങ്ങളിലുള്ള സാധനങ്ങളുണ്ട്. പല പല കളറുകൾ 82 ഡിസൈൻ വരെയുള്ള സ്റ്റാറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ ക്രിപ്സെറ്റുകൾ, ഇപ്പോൾ ക്രിപ്സെറ്റ് പഴയ മണ്ണിൻ്റെ സെറ്റിൻ്റെ കാലം പോയിട്ട് പോളി മാർബിളിൻ്റെ, അതായത് വിദേശത്ത് നിന്ന് വരുന്ന ചൈനീസ് ഉൾപ്പെടെ ഇറ്റാലിയൻ സാധനങ്ങളാണ് മാർക്കറ്റിൽ ഇപ്പം വിപണിയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ റേറ്റുകൾ ഒരു 1000-1200 തൊട്ട് 10,000-15,000 രൂപ വരെയുള്ള സെറ്റുകളുണ്ട്. അതായത് ഭയങ്കര ഫിനിഷിങ്ങുള്ള സെറ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അത് ഗോൾഡ് തന്നെയുണ്ട്, വൈറ്റ് തന്നെയുണ്ട്, അങ്ങനെ മൾട്ടി കളേർഡുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സെറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ പുൽക്കൂടുകൾ, പണ്ട് ചൂരിലും ഈറ്റയുള്ള സാധനങ്ങൾ മാറിയിട്ട് ഇപ്പോൾ പല രീതിയിലുള്ള സാധനങ്ങളും പുല്ല് മേഞ്ഞ പുൽക്കൂടുകൾ, അങ്ങനത്തെ എല്ലാ ഐറ്റവും മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. അതിൽ 250 തൊട്ട് ഒരു 3000 വരെയുള്ള, അതായത് വലിയൊരു കൂടിൻ്റെ മുൾക്കുള്ള സാധനം വരെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പിന്നെ LED ലൈറ്റുകളുടെ ഒരു മായാലോഹമാണ് ഇപ്പോൾ ഉണ്ട്. LED ലൈറ്റുകൾ ഇപ്പം വാമുള്ള LED ലൈറ്റുകളാണ് ഏറ്റവും ഡിമാൻഡ്. ഇപ്പം വാം ലൈറ്റ് എത്ര വെച്ച് കഴിഞ്ഞാലും നമുക്ക് തികയുന്നില്ല. അതുപോലെയാണ്
എങ്ങും ആഘോഷങ്ങൾ നിറയുമ്പോൾ നമ്മിൽ സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ നക്ഷത്ര വെളിച്ചം നിറച്ചാണ് ഓരോ ക്രിസ്മസും കടന്നു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം CMS കോളേജിൽ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കലാലയത്തിൽ തപാൽ വകുപ്പ് ജെൻസി പോസ്റ്റ് ഓഫീസ് കൗണ്ടർ ആരംഭിച്ചത്. 90% ഡിജിറ്റൽ സേവനങ്ങളാണ് ജെൻസി പോസ്റ്റ് ഓഫീസിൽ ലഭിക്കുക. കേരളത്തിലെ ആദ്യ കലാലയമായ കോട്ടയം CMS കോളേജ് എഴുത്തുവഴിയിൽ വേറിട്ട ഒരു ചുവടുകൂടി സ്വന്തമാക്കി. പോസ്റ്റ് ഓഫീസുകളെ പുതുതലമുറയ്ക്കിടയിൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പ് ഒരുക്കുന്ന ജെൻസി പോസ്റ്റ് ഓഫീസുകളിൽ സംസ്ഥാനത്തെ ആദ്യത്തേത് കോട്ടയം CMS കോളേജിൽ സ്ഥാപിച്ചു. 90% ഡിജിറ്റൽ സേവനങ്ങളാണ് ജെൻസി പോസ്റ്റ് ഓഫീസിൽ ലഭിക്കുക. QR അധിഷ്ഠിത പാഴ്സൽ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് പുറമെ ഓൺലൈൻ സേവനങ്ങൾ മാത്രം ലഭ്യമാക്കുന്ന സ്മാർട്ട് സർവീസ്, ടച്ച് പോയിന്റുകൾ, റീഡിംഗ് റൂം, വൈഫൈ സോൺ എന്നിവ ജെൻസി പോസ്റ്റ് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. കോളേജിന്റെ പ്രധാന കവാടം കടന്നെത്തുമ്പോൾ കാണുന്ന അക്വേറിയത്തിന് സമീപത്തെ ഒരു മുറിയിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. തപാൽ സേവനങ്ങൾ ഇനി ആധുനിക ശൈലിയിൽ പുതിയ തലമുറയ്ക്ക് അനുയോജ്യമായ ഊർജ്ജസ്വലവും പ്രകൃതി സൗഹൃദവുമായ രൂപകൽപ്പനയാണ് ഈ പോസ്റ്റൽ എക്സ്റ്റൻഷൻ കൗണ്ടറിനുള്ളത്. ഇന്ത്യയിലെ തപാൽ സേവനങ്ങളെ പുതിയ തലമുറയുമായി ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യത്തെ ജെൻസെഡ് പോസ്റ്റ് ഓഫീസ് എക്സ്റ്റൻഷൻ കൗണ്ടർ കോട്ടയം CMS കോളേജിൽ തുറന്നത്. This post office is just opened before 10 days and its main purpose is to introduce post office department to students, and this post office is generally prepared by and designed by the CMS college students. Our purpose is to introduce our department to new generation students, and they can come here and relax and spend their time and relax after study, and they can read books here, and PI premium and just booking services available here. For banking purposes services, they have to go to main office. Also parcels. Yeah, parcel speed post. വിദ്യാർത്ഥികളാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ എന്ന അടിസ്ഥാന തത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ പോസ്റ്റൽ കൗണ്ടർ CMS കോളേജ് വിദ്യാർത്ഥികളും ഇന്ത്യ പോസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആസൂത്രണം ചെയ്ത് സഹകരിച്ച് നിർമ്മിച്ചതാണ്. സർഗാത്മകത, സുസ്ഥിരത, സേവനം എന്നിവയുടെ മികച്ച സംയോജനമാണ് ഇവിടെ കാണാനാവുക. പുതിയ തലമുറയ്ക്ക് അനുയോജ്യമായ ഊർജ്ജസ്വലവും പ്രകൃതി സൗഹൃദമായ രൂപകൽപ്പനയാണ് ഈ പോസ്റ്റൽ എക്സ്റ്റൻഷൻ കൗണ്ടറിനുള്ളത്. ഇൻഡോർ ഔട്ട്ഡോർ ഏരിയകൾ സമന്വയിപ്പിച്ച ഈ ഇടം ഒരു വർക്ക് കഫേ, ഒരു ഗ്രീൻ കോർണർ, ഒരു കമ്മ്യൂണിറ്റി ഹബ്ബ് എന്നിവയായി പ്രവർത്തിക്കുന്നതിനൊപ്പം കോളേജിന്റെ പ്രകൃതിയോടുള്ള തത്വങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു. പ്രകൃതി തീമിലുള്ള ഇരിപ്പിടങ്ങൾ ഇതിന്റെ പ്രത്യേകതയാണ്. പുതുക്കിയ ടയറുകൾ ഉപയോഗിച്ചുള്ള ഇരിപ്പിടങ്ങൾ സുസ്ഥിരതയോടുള്ള വിദ്യാർത്ഥികളുടെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നു. കോട്ടയത്താണെങ്കിലും പോസ്റ്റ് ഓഫീസ് ഭയങ്കര തിരക്കാണ് പൊതുവെ. നമുക്ക് ഇതിപ്പോൾ നമ്മുടെ പഠിത്തത്തിനിടയ്ക്കാണെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് പെട്ടെന്ന് ആവശ്യങ്ങളാണെങ്കിലും അത്യാവശ്യങ്ങൾക്കും പെട്ടെന്നൊരു പരിഹാരമായിട്ട് ഈ പോസ്റ്റ് ഓഫീസ് മാറിയിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ കുറേ അയക്കാനും പെറുക്കാനും കുറച്ചുകൂടി ജോബ് ഓറിയൻറ്റഡ് ഇരിക്കാനും ഇൻഫർമേഷൻസ് കിട്ടാനും ഇതുപോലത്തെ ഒരു സേവനം വളരെ നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ബാക്കിയുള്ള പോസ്റ്റ് ഓഫീസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ് മൊത്തമായിട്ടും. എല്ലാവരും ഭയങ്കര ഇൻട്രാക്റ്റീവായിട്ടും, സാറാണെങ്കിലും ബാക്കിയുള്ളവരാണ്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറാണ് എല്ലാം ഭയങ്കര വെൽക്കമിംഗ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. പിന്നെ ഒരിക്കലും ഒരു പോസ്റ്റ് ഓഫീസ് പോലെയല്ല ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളുടെ തന്നെ ഒരു ഭാഗമായി ഞങ്ങൾക്ക് വേണ്ടി തന്നെ തുടങ്ങിയ സ്ഥാപനം പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. ലാപ്ടോപ്പുകൾക്കും മൊബൈൽ ഉപകരണങ്ങൾക്കുമായി ചാർജിംഗ് പോയിന്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളും ബോർഡ് ഗെയിമുകളും ഉൾപ്പെടുന്ന ഷെൽഫ്, കൂടാതെ ശാന്തമായി വായനയ്ക്ക് സൗകര്യമുള്ള ഇൻഡോർ ഇടം ഇവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ പാക്കേജിംഗ് മെറ്റീരിയലുകൾ, മൈ സ്റ്റാമ്പ്, പ്രിന്റർ എന്നിവയോട് കൂടിയ ബുക്കിംഗ് കൗണ്ടർ, ആർട്ട് ഇന്റീരിയറുകൾ ഇവയെല്ലാം ജെൻസി പോസ്റ്റിന്റെ പ്രത്യേകതകളാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വർണ്ണവില പവന് 1 ലക്ഷം രൂപയ്ക്കരികെ. ഇന്ന് പവന് 98,160 രൂപയാണ് വിപണിയിൽ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കണക്കാക്കിയാൽ പോലും GST ഉൾപ്പെടെ 1,10,000-ലധികം രൂപ നൽകണം ഒരു പവൻ കയ്യിൽ കിട്ടാൻ. സ്വർണ്ണവില കുതിച്ച് പവന് 1 ലക്ഷത്തോളം രൂപയിലേക്ക് അടുക്കുന്നു. ഇന്ന് ഗ്രാമിന് 12,270 രൂപയും പവന് 98,160 രൂപയുമാണ്. ഇന്നലെ 2 തവണയായി പവന് 1,080 രൂപ വർദ്ധിച്ചതോടെ ഒരു പവന് 99,280 രൂപയായിരുന്നു. അതപേക്ഷിച്ച് ഇന്ന് പവന് 1,120 രൂപ കുറഞ്ഞാണ് 98,160 എത്തിയത്. 1,840 രൂപ കൂടി വർദ്ധിച്ചാൽ പവന് 1 ലക്ഷം രൂപയാകും. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5
5% കണക്കാക്കിയാൽ പോലും 3% GSTയും ഹാർഡ് മാർക്കിംഗ് ചാർജും ഉൾപ്പെടെ 1,11,000 രൂപ നൽകിയാൽ മാത്രമേ ഒരു പവൻ സ്വർണം വാങ്ങാൻ സാധിക്കൂ. ഒക്ടോബർ 1-ന് 87,440 രൂപയായിരുന്നു പവന്. 2 മാസം കൊണ്ട് പവന് 10,000 രൂപയാണ് വർദ്ധിച്ചത്. രാജ്യാന്തര സ്വർണ്ണവില $45 വർദ്ധിച്ച് ട്രോയ് ഔൺസിന് $4,346 നിരക്കിലാണ്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്കിൽ ഇളവ് വരുത്തിയതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചെറുവള്ളി ജഡ്ജിയമ്മാവൻ കോവിലിൽ പൂജാ വഴിപാടുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇവിടെ പൂജ നടത്തിയാൽ കോടതി കേസ് പരീക്ഷണങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഇന്നലെ രാത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തിയത്. നടൻ ദിലീപും നേരത്തെ ഇവിടെ എത്തിയിരുന്നു. കോവിലിലെ മുഖ്യ വഴിപാടായ അടവഴിപാടും കഴിച്ചാണ് രാഹുൽ മടങ്ങിയത്. മീനച്ചിൽ സ്വദേശിനിയായ യുവ ഡോക്ടർ കുഴഞ്ഞു വീണ് മരിച്ച നിലയിൽ. മീനച്ചിൽ മൂലേത്തുണ്ടിയിൽ താമസിക്കുന്ന മീനു സക്കറിയ ജോസഫാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. വീട്ടുകാർ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. സംസ്കാരം പിന്നീട് മീനച്ചിൽ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പഠനത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു. ബെസേലിയൻ 01 വിക്ഷേപണത്തിന് ഒരുങ്ങുന്നു. ചരിത്ര നിമിഷത്തിന് തയ്യാറെടുക്കുകയാണ് പീരുമേട് മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ കോളേജ്. പീരുമേട് മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചരിത്ര നിമിഷത്തിന് ഒരുങ്ങുന്നു. കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ റോക്കറ്റ് ബെസേലിയൻ 01 ഡിസംബർ 18-ന് രാവിലെ 10:30 കോളേജ് ഗ്രൗണ്ടിൽ നിന്നും വിക്ഷേപിക്കും. ISROയിലെ മുൻ ശാസ്ത്രജ്ഞനും കോളേജിന്റെ ഗവേഷണ വിഭാഗം ഡീനുമായ ഡോക്ടർ ഉമ്മൻ തരകന്റെ നേതൃത്വത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സിവിൽ എഞ്ചിനീയറിംഗ് എന്നിവ ഉൾപ്പെടുന്ന വിവിധ വകുപ്പുകളിലെ വിദ്യാർത്ഥികൾ ചേർന്നാണ് റോക്കറ്റിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പരീക്ഷണഘട്ടങ്ങളും പൂർത്തിയാക്കിയത്. പ്രൊപ്പൽഷൻ, ഗൈഡൻസ് കൺട്രോൾ, സ്ട്രക്ചറൽ ഏവിയോണിക്, പെലോഡ് ഡിപ്ലോയിങ് എന്നീ 4 പ്രധാന സിസ്റ്റങ്ങളുമായി ബന്ധപ്പെട്ട സങ്കീർണ ഘട്ടങ്ങളിലൂടെയാണ് നിർമ്മാണവും പരീക്ഷണവും പൂർത്തിയായത്. സുഗന്ധവ്യഞ്ജനങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നു എന്നതിന്റെ ഫലം കണ്ടെത്തുന്നതിനുള്ള എയറോസോളിനുള്ള പഠനവും കുട്ടിക്കാനത്തെ അന്തരീക്ഷ താപനിലയുടെ പഠനവും വിക്ഷേപണത്തിലൂടെ സാധ്യമാകും. ഗ്രൗണ്ട് സ്റ്റേഷനിലൂടെ നിയന്ത്രണവും ഡേറ്റ ശേഖരണം നടത്താൻ കഴിയുന്ന സംവിധാനവും വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വിക്ഷേപണം ഗവേഷണ സാങ്കേതിക മേഖലകളിൽ കോളേജിന് പുതിയ വഴിത്തിരിവാകുമെന്ന് അധികൃതർ അറിയിച്ചു. അറൗണ്ട് 8 to 9 monthsന്റെ എഫേർട്ടാണ് ഇതിൽ കൾമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. എല്ലായിടത്തും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എല്ലായിടത്തും ഞങ്ങൾക്ക് ഈക്വലി നല്ലൊരു സപ്പോർട്ട് കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ ഡിസൈൻ തുടങ്ങി. ആ ഡിസൈൻ പല ഇതിൽ നമ്മൾ സിമുലേറ്റ് ചെയ്തു. അത് പല വിൻഡിന്റെ പല വെലോസിറ്റിയിലും നമ്മൾ അതിന്റെ മെഷർമെന്റ്സ് എടുത്തു. ഹൗ ദ വെഹിക്കിൾ ഈസ് സ്റ്റേബിൾ. അപ്പൊ നമ്മളത് പല സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്തു. അതിന്റെ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തിന്റെയും വിൻഡ് വെലോസിറ്റിയും ഗസ്റ്റും, അതായത് സ്പ്യൂരിയസ് ആയിട്ട് ഹൈ ഇതായിട്ട് വരുന്ന ബേസ്റ്റ് പോലെ വരുന്ന വിൻസിന്റെയും എടുത്തിട്ടാണ് നമ്മൾ ആ റോക്കറ്റിന്റെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പഠനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ റോക്കറ്റ് നിർമ്മിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവി UDFിൽ ചർച്ച തുടങ്ങി. ജില്ലയിൽ 6 നഗരസഭകളിലും ഭരണം ഉറപ്പിക്കാൻ UDF. ജില്ലാ പഞ്ചായത്തിൽ ജോഷി ഫിലിപ്പ് അധ്യക്ഷനായേക്കും. കേരള കോൺഗ്രസ് എം ഇടത് മുന്നണിക്കൊപ്പം തുടരുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി. മധ്യ കേരളത്തിൽ തിരിച്ചടിയുണ്ടായിട്ടില്ല. കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചു. ക്രിസ്തുമസിന് ഒരുങ്ങി നാട്. വിപണി സജീവം. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് അപ്പൂപ്പന്മാരും സ്ഥാനം പിടിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ. കോട്ടയം CMS കോളേജിൽ ജെൻസി പോസ്റ്റ് ഓഫീസ് തുടങ്ങി. കലാലയത്തിൽ പോസ്റ്റ് ഓഫീസ് തുടങ്ങുന്നത് സംസ്ഥാനത്ത് ആദ്യം. ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.